ഹലോ നമസ്കാരം. വീണ്ടും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പണ്ടൊക്കെ കുട്ടിയായിരുന്നപ്പോഴും രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ചിലപ്പം ശാഠ്യം പിടിക്കും വീട്ടിൽ. അങ്ങനെ ശാഠ്യം പിടിക്കുമ്പം അച്ഛനും അമ്മയും ഒക്കെ പറയും, ഇതെന്താ ഈ കുട്ടി ഇന്ന് ഇടത്തൂടാണോ എണീറ്റ് വന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. കുട്ടിക്കാലത്ത് നമ്മൾ എണീറ്റ് വരുമ്പോൾ കുട്ടികളൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ വീട്ടിലെ കാരണം ഒരു മുതിർന്നവർ, അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ പറയും, ഇതെന്താ ഈ കുട്ടി ഇന്ന് ഇടത്തൂടാണോ എണീറ്റ് വന്നത്, അതായിരിക്കും ഇവർക്ക് രാവിലെ മുതൽ കരച്ചില്ല. ഇങ്ങനെ സ്ഥിരം പല്ലവിയാണ്. പക്ഷെ ഇതിന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതറിയായിരിക്കും കുറേ പേർക്ക്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ രാവിലെ നമ്മൾ ഉണരുമ്പം നമ്മൾ ആദ്യം പെട്ടെന്ന് എണീക്കുന്ന കുറേ പേരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ചാടി എണീക്കും. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ ചെവിയുടെ ഇയർ ഇംബാലൻസ് എന്ന് പറഞ്ഞ് അത് പ്രശ്നമാവും. അങ്ങനെ പ്രശ്നമാകുമ്പോൾ തലകറക്കം വരും, ബോധക്ഷയമൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാവും. അതല്ലാതെ നമ്മളിപ്പോൾ ഇടതുവശം ചെരിഞ്ഞാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ സമാധാനമായി സ്ലോലി നമ്മൾ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് എന്നിട്ട് നമ്മൾ സാവധാനം എണീക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുവശത്താണ് നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത്, അല്ലേ? ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഇടതുവശത്താണ്. അപ്പോൾ നമ്മൾ ഇടതുവശത്തുനിന്ന് പെട്ടെന്ന് ചാടി എണീക്കുമ്പോൾ, നമ്മൾ ഇടതുവശം ചെരിഞ്ഞ് എണീക്കുമ്പോൾ ഹാർട്ടിന് പ്രഷർ കൂടുകയും അത് പെട്ടെന്ന് ഒരു മർദ്ദം, ഒരു പ്രഷർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് ചീത്തയാണെന്നാണ് പറയുന്നത്. അത് വളരെ ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സ് പറയുന്ന പോലെ എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇനി അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ സ്റ്റൊമക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അബ്ഡോമൻ്റെ ഇടതുവശത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വലതുവശത്തേക്ക് തിരിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈൻസും നമ്മുടെ ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുകയും ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാതെ, അതായത് നെഞ്ചരിച്ചിലുണ്ടാകാതെ ഇരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് വലതുവശം ചെരിഞ്ഞെണീക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് നെഞ്ചരിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പൈനൽ അലൈൻമെൻറ്റ് എല്ലാം ബെറ്ററായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് നട്ടലിൻ്റെ ആ അലൈൻമെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നമുക്ക് എണീക്കാൻ വേണ്ടിയിട്ട് വലതുവശം ചെരിഞ്ഞെണീക്കുന്നത് സഹായകരമാവുമെന്നാണ് പറയുന്നത്. സ്പൈനൽ അലൈൻമെൻറ്റ്, അതായത് നട്ടലിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ട് വലതുവശം ചെരിഞ്ഞെണീക്കുന്നത് നമുക്ക് ഗുണകരമാവും ഇത്രയും. അപ്പം അതാണ് തേർഡ് റീസൺ. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലതുവശം ചെരിഞ്ഞെണീക്കുമ്പോഴും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ലങ്സ്, അപ്പോൾ ഇടതുവശം ലങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർട്ടും കൂടെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ലങ്സ് കമ്പാരിറ്റീവ്ലി സ്വല്പം സ്മോളറാണ് വലതുവശത്തെക്കാട്ടിലും. അപ്പം റൈറ്റ് സൈഡിലുള്ള ലങ്സ്, അപ്പം നമ്മൾ റൈറ്റ് സൈഡ് ചെരിഞ്ഞെണീക്കുമ്പോൾ ഈ എയർ സർക്കുലേഷൻ കറക്റ്റ് പ്രോപ്പറായിട്ട് വരാനും നമുക്ക് ശ്വാസോച്ഛ്വാസത്തിന് വളരെ സുഗമമായി സംഭവിക്കാനും വളരെ സുഗമമായി നടക്കാനും ഇത് ഉപകരിക്കുന്നുണ്ട്. അപ്പം 3-4 റീസൺസ് കൊണ്ടാണ് നമ്മൾ വലതുവശം ചെരിഞ്ഞ് എണീക്കണം. പിന്നെ പെട്ടെന്ന് ചാടി എണീക്കുന്നത് നമ്മുടെ ഇയർ ബാലൻസ് ഒക്കെ പ്രശ്നമാവാനും നമുക്ക് ബോധക്ഷയം വരാനും തലകറക്കം വരാനും ഒക്കെ കാരണമാവുമെന്ന് നമ്മളറിയാം. അപ്പം അതും ഒരു റീസണാണ്. അപ്പം എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3-4 റീസൺ കൊണ്ടാണ് ഈ എപ്പോഴും വലതുവശം ചെരിഞ്ഞ് നമ്മൾ കിടക്കയിൽ നിന്ന് കുറേ നേരം ഉറക്കം കഴിഞ്ഞ് നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ വലതുവശം ചെരിഞ്ഞ് കിടന്നിട്ട് മാത്രമേ പതുക്കെ സ്ലോലി എണീക്കാവൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, എന്നെപ്പോലുള്ളവരെയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക.